ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഓവനോ ബീറ്ററോ ഉപയോഗിക്കാതെ നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിതുപോലെ 2 മീഡിയം വലുപ്പത്തിലുള്ള റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. റോബസ്റ്റോ ചെറുപഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം. പഴം എടുക്കുമ്പോൾ അതുപോലെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക. നല്ല പഴുത്ത പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ആദ്യം പഴം നമുക്ക് അതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കണമെന്നൊന്നുമില്ല. സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്കിത് മൈദ വെച്ചിട്ടും ചെയ്യാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കേക്കിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 2-3 ഏലക്കായ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഏലക്കായ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഏലക്കായുടെ ആ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ കേക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് പഞ്ചസാര അതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ പഞ്ചസാരയുടെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ വേണം പൊടിച്ചെടുക്കാൻ. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട കഴിക്കാത്തവരുണ്ടെങ്കിൽ കുറച്ച് മുൻപ് നമ്മൾ ഒരു എഗ്ലെസ് ബനാന കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ ഹൈ സ്പീഡിലിട്ട് തന്നെ അടിച്ചെടുക്കണം. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് വേണം ചെയ്തെടുക്കാൻ. നമ്മൾ ആ സമയത്ത് ചേർക്കാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ബട്ടറാണ് ചേർക്കുന്നത്. ഉരുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ടുള്ള ബട്ടറിന് പകരം നമുക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഓയിലാണെങ്കിൽ ഏതെങ്കിലും മണമില്ലാത്ത ഓയിൽ എടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം അടിച്ചെടുക്കണം എന്നില്ല. ഓയിൽ അതിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ആ രീതിയിൽ ഒരു 10 സെക്കൻഡൊക്കെ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള ആ പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബലം കൊടുക്കാതെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ ഗോതമ്പ് പൊടി മുഴുവനും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പാല് ചേർക്കേണ്ടി വരില്ല. നമ്മളെടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ബാറ്ററിൻ്റെ അളവ് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഈ ബാറ്ററിലേക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലാദ്യം കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്യാൻ നമുക്ക് കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ചൂടാവുമ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിലുള്ള പാത്രം എടുക്കുക. സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ സോസ് പാനോ ഫ്രൈ പാനോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഉണക്ക മുന്തിരി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ള ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 35 മിനിറ്റ് സമയമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 35 മിനിറ്റൊക്കെ ആകുമ്പോൾ നോക്കിയപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കേക്കിൻ്റെ മേൽഭാഗത്ത് കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 45 മിനിറ്റ് സമയമാണ് എടുത്തിട്ടുള്ളത്. ബേക്കായി ഒന്ന് അറിയാൻ നമ്മളെപ്പോഴും ചെയ്യുന്ന രീതിയിൽ സ്ക്യൂറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കേക്കിൻ്റെ നടുഭാഗത്ത് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കേക്ക് എപ്പോഴും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കഴിക്കുക. അപ്പോഴാണ് കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല സോഫ്റ്റാണ്. അതുപോലെ പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു മോയിസ്റ്റ് കേക്കാണ്. പഴമൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഇരുന്ന് പഴുത്ത് കറുത്ത് പോകുമ്പോൾ അത് വേസ്റ്റാക്കി കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്.
അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്